ആകാശവാണി കവരത്തി. പഠിപ്പും പൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ പഠിപ്പും പൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സ്വദേശി പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും, ഈ രണ്ട് വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെത്തിലാത്ത് ദ്വീപിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ മുഹമ്മദ് ജുനൈദുൽ ജസായിർ. ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ചരിത്രത്തിൻ്റെ സുവർണ ഏടുകൾ തുറക്കുമ്പോൾ ഓഗസ്റ്റ് മാസം നമുക്ക് വെറും ഒരു മാസമല്ല, അതൊരു വിപ്ലവമാണ്. ചോര തിളക്കുന്ന ഓർമ്മകളുടെ അടിത്തറയിളക്കിയ പോരാട്ടങ്ങളുടെ ആത്മാഭിമാനത്തിൻ്റെ ഒരു മഹാസമുദ്രമാണ് ഓഗസ്റ്റ് മാസം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ വേളയിൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും എന്നാൽ നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ ഓർക്കേണ്ടതുമായ രണ്ട് സുപ്രധാന ദിവസങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന്, നമ്മുടെ വിയർപ്പും പാരമ്പര്യവും ഇഴചേർന്ന ദേശീയ കൈത്തറി ദിനം ഓഗസ്റ്റ് 7. മറ്റൊന്ന്, ബ്രിട്ടീഷ് സിംഹാസനത്തെ വിറപ്പിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഓഗസ്റ്റ് 8. ഈ രണ്ട് തീയതികളും വെവ്വേറെയല്ല സുഹൃത്തുക്കളെ, ഒരേ വിപ്ലവത്തിൻ്റെ, ഒരേ ദേശസ്നേഹത്തിൻ്റെ രണ്ട് മുഖങ്ങളാണിവ. വസ്ത്രത്തിലൂടെയുള്ള സാംസ്കാരിക ചെറുത്തുനിൽപ്പിൽ തുടങ്ങി വെള്ളക്കാരൻ്റെ ഇന്ത്യ വിട്ടു പോകണമെന്ന അന്തിമ സമരത്തിലേക്ക് ആളിക്കത്തിച്ച ആ ചരിത്രയാത്ര നമുക്ക് വിശദമായൊന്ന് അനുഭവിച്ചറിയാം. നമുക്ക് നേരെ പോകാം 1905 അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് കേഴ്സൺ നമ്മുടെ ബംഗാളിനെ വെട്ടിമുറിക്കാൻ ശ്രമിച്ച സമയം ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ചു ഭരിക്കാമെന്ന് അവരുടെ കൊലവെറി മോഹത്തിനെതിരെ ഈ രാജ്യം നെഞ്ചുവരിച്ചു നിന്നു. ആ പ്രതിഷേധത്തിന്റെ തീച്ചൂളയിൽ നിന്നാണ് സ്വദേശി പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. 1905 ഓഗസ്റ്റ് 7 കൽക്കട്ട ടൗൺ ഹാളിൽ അലയടിച്ച ആ ചരിത്ര നിമിഷം ഓർത്തു നോക്കൂ. അവിടെയെടുത്ത ആ തീരുമാനം ചരിത്രം മാറ്റിമറിച്ചത്. ബ്രിട്ടീഷ് തുണികളും അവരുടെ ആഡംബരങ്ങളും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ വിയർപ്പിൽ പിറന്ന കൈത്തറി വസ്ത്രങ്ങൾ മാത്രം ഞങ്ങൾ ധരിക്കും. അതൊരു സാധാരണ തീരുമാനമായിരുന്നില്ല, അതൊരു സാംസ്കാരിക യുദ്ധമായിരുന്നു. വിദേശത്തു നിന്ന് യന്ത്രങ്ങളിൽ തുണിയിറക്കി നമ്മുടെ പാവം നെയ്ത്തുകാരുടെ വയറ്റത്തടിച്ച ബ്രിട്ടീഷുകാരൻ്റെ മുഖത്തേറ്റ ശക്തമായ അടിയായിരുന്നു ആ ചർക്കയുടെ ശബ്ദം. അവർ ധരിച്ച ഓരോ മീറ്റർ കൈത്തറി വസ്ത്രവും അന്നൊരു രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ഞങ്ങൾ സ്വതന്ത്രരാണ് എന്ന പ്രഖ്യാപനം. ഈ വലിയ പൈതൃകത്തെ തലയുയർത്തിപ്പിടിക്കാനാണ് നമ്മുടെ ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഈ ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുടെ അധ്വാനത്തെ ആദരിക്കാനാണ് 2015 മുതൽ നാം ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായി ആചരിച്ചു തുടങ്ങിയത്. നമ്മൾ ധരിക്കുന്ന ഓരോ വസ്ത്രത്തിന് പിന്നിൽ ഒരു മനുഷ്യൻ്റെ വിയർപ്പുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമുണ്ട്. നമ്മൾ ദേശീയ കൈത്തറി ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊരു ആചാരമായി മാത്രം ഒതുങ്ങിപ്പോകേണ്ട ഒന്നല്ല. ഓർത്തു നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിൽ കൊടും ചൂടിലും തണുപ്പിലും രാപ്പകലില്ലാതെ നൂല് നെയ്യുന്ന ലക്ഷക്കണക്കിന് നെയ്ത്തുകാരുണ്ട്. അവരുടെ കൈവിരലുകളുടെ സ്പർശമില്ലാത്ത ഒരു പാരമ്പര്യം നമുക്കില്ല. ബ്രിട്ടീഷുകാർ നമ്മുടെ വിപണി കൈയടക്കിയപ്പോൾ അവർ ആദ്യം നശിപ്പിച്ചത് നമ്മുടെ ഈ തദ്ദേശീയ വ്യവസായത്തെയായിരുന്നു. എന്നാൽ നമ്മുടെ മഹാത്മാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളും ചർക്കയെ ഒരു ആയുധമാക്കി മാറ്റി. ഗാന്ധിജി ഖാദി വസ്ത്രം ധരിച്ചത് വെറും ഒരു വസ്ത്രധാരണ രീതിയല്ലായിരുന്നു, അതൊരു സാമ്പത്തിക സ്വതന്ത്ര പ്രഖ്യാപനം കൂടിയായിരുന്നു. എൻ്റെ രാജ്യത്തെ പാവപ്പെട്ട തൊഴിലാളിയുടെ വിയർപ്പാണ് എൻ്റെ വസ്ത്രം എന്ന അഭിമാനബോധമായിരുന്നു അത്. ഇന്ന് ഓഗസ്റ്റ് 7 നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ചൈനീസ് ഉൽപ്പന്നങ്ങളും വിദേശ ബ്രാൻഡുകളും നമ്മുടെ വിപണി കീഴടക്കുമ്പോൾ നമ്മുടെ സ്വന്തം കൈത്തറി വസ്ത്രങ്ങളെയും തദ്ദേശീയ ഉൽപ്പന്നങ്ങളെയും നാം നെഞ്ചോട് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ വാങ്ങുന്ന ഓരോ കൈത്തറി വസ്ത്രവും നമ്മുടെ നാട്ടിലെ ഓരോ നെയ്ത്തുകാരൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പുന്ന ഒന്നാണ്, അവരുടെ പട്ടിണി മാറ്റുന്ന ഒന്നാണ്. അതുകൊണ്ട് ഓഗസ്റ്റ് 7 നമുക്ക് വെറുമൊരു ദിനാചരണമല്ല, മറിച്ച് നമ്മുടെ തദ്ദേശീയ സംസ്കാരത്തോടുള്ള സ്നേഹം പുതുക്കലാണ്. നമുക്ക് ഒരിക്കൽ കൂടി ഓഗസ്റ്റ് 7 അതായത് ദേശീയ കൈത്തറി ദിനത്തിലേക്ക് തിരികെ പോകാം. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ചർക്കയും കൈത്തറിയെയും അത്രയധികം ഭയപ്പെട്ടിരുന്നത്? കാരണം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കാൻ ഏറ്റവും വലിയ ആയുധം നമ്മുടെ കൈകളിലെ ചർക്കയാണെന്ന് മഹാത്മാഗാന്ധി തിരിച്ചറിഞ്ഞിരുന്നു. മഞ്ചാസ്റ്റർ വ്യവസായശാലകളിൽ നിന്ന് കുഴപ്പമില്ലാത്ത വിലക്ക് തുണിത്തരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ച് നമ്മുടെ പാവം നെയ്ത്തുകാരുടെ ജീവിതം വഴിമുട്ടിക്കുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോഴാണ്
ഗാന്ധിജി ആ വിപ്ലവകരമായ ആശയം മുന്നോട്ട് വച്ചത്. നാട്ടുകാരുടെ വിയർപ്പിൽ നെയ്തെടുത്ത വസ്ത്രം നമ്മൾ ധരിക്കുക, വിദേശ തുണികൾ കത്തിച്ചു കളയുക. അതൊരു സാമ്പത്തിക ബഹിഷ്കരണം മാത്രമായിരുന്നു. മറിച്ച് ഞാൻ നിങ്ങളെ ആശ്രയിച്ചല്ല ജീവിക്കുന്നത്, എൻ്റെ സ്വന്തം കാലിൽ ഞാൻ നിൽക്കുമെന്ന സ്വയം പര്യാപ്തതയുടെ പ്രഖ്യാപനമായിരുന്നു അത്. ഇന്ന് നാം ഫാഷൻ്റെയും ട്രെൻഡുകളുടെയും പിന്നിൽ പറയുമ്പോൾ നമ്മുടെ കൈത്തറിയുടെ മഹത്വം പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ഓർക്കുക, നമ്മൾ വാങ്ങുന്ന ഓരോ ഖാദി ഷർട്ടോ ഒരു കൈത്തറി സാരിയോ വെറുമൊരു വസ്ത്രമല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ഉപജീവനമാണ്. അവരുടെ തലമുറകളായി കൈമാറി വന്ന അറിവാണ്. ഓഗസ്റ്റ് 7 നമുക്ക് നൽകുന്നത് ഈ പൈതൃകത്തോടുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കലാണ്. കൈത്തറി ദിനത്തിൻ്റെ ആ ആത്മാഭിമാനത്തിൽ നിന്ന് നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ കൊടുങ്കാറ്റിലേക്കാണ്. ഓഗസ്റ്റ് 8, 1942. രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് കത്തിച്ചമർത്തുമ്പോൾ നമ്മളോട് ചോദിക്കാതെ ഇന്ത്യയെ ആ യുദ്ധത്തിലേക്ക് വലിച്ചയച്ചു ബ്രിട്ടീഷുകാർ. രാജ്യത്ത് രോഷം തിളച്ചു മറിയുകയായിരുന്നു. അങ്ങനെയാണ് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഒത്തുകൂടുന്നത്. ചരിത്രം വൈമാറി വയ്ക്കപ്പെട്ട ആ സമ്മേളനത്തിലാണ് ആ ഐതിഹാസിക പ്രമേയം പിറന്നു വന്നത്: ക്വിറ്റ് ഇന്ത്യ, അഥവാ ഇന്ത്യ വിടുക. അവിടെ വച്ചാണ് മഹാത്മാഗാന്ധി ആ ചരിത്രപരമായ ആഹ്വാനം മുഴക്കിയത്. ബ്രിട്ടീഷുകാരോട് ഇനി യാചനയില്ല, നേരിട്ടുള്ള പോരാട്ടമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗാന്ധിജി ഇടിമുഴക്കം പോലുള്ള വാക്കുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരേയൊരു മന്ത്രം ഇതാണ്: ഡു ഓർ ഡൈ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നമ്മൾ ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിനിടയിൽ മരിച്ചു വീഴും. പിന്നോട്ടില്ല. ആ ഒരു വാക്ക് അതൊരു രാജ്യത്തെയാകെ ഒറ്റക്കെട്ടാക്കി എഴുന്നേൽപ്പിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകിപ്പൊളിഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ തന്നെ ബ്രിട്ടീഷ് സർക്കാർ കോൺഗ്രസിന്റെ സമന്നതരായ എല്ലാ നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗാന്ധിജി, നെഹ്റു, പട്ടേൽ അങ്ങനെ ആരും പുറത്തുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ വലിയൊരു സമരം നയിക്കാൻ ആളില്ലാതെ വന്നാൽ ജനങ്ങൾ ചിതറിപ്പോകേണ്ടതാണ്. പക്ഷേ അന്ന് ഇന്ത്യയിലെ ജനങ്ങൾ കാണിച്ച ആവേശം ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. നേതാക്കൾ ജയിലിലായെങ്കിലും ഓരോ സാധാരണക്കാരനും അന്ന് നേതാവായി മാറി. വിദ്യാർത്ഥികൾ കോളേജുകൾ ബഹിഷ്കരിച്ചു, തൊഴിലാളികൾ പണിമുടക്കി, സ്ത്രീകൾ മുന്നോട്ട് വന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ തോക്കിനും ലാത്തിച്ചാർജിനും മുന്നിൽ ആരും ഭയന്നോടിയില്ല. ഇനി ഈ മണ്ണിൽ ഞങ്ങൾ അടിമകളായി ജീവിക്കില്ല എന്ന പ്രഖ്യാപനമായിരുന്നു ആ സമരം. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് സുഹൃത്തുക്കളെ. നമുക്കിന്ന് ബ്രിട്ടീഷുകാരുടെ അടിമത്തമില്ല. നമ്മൾ ഒരു സ്വതന്ത്ര രാജ്യത്തെ പൗരന്മാരാണ്. പക്ഷേ ഇന്നും നമുക്ക് മുന്നിൽ വേറെ ചില വെല്ലുവിളികളുണ്ട്. അഴിമതിക്കെതിരെ, ദാരിദ്ര്യത്തിനെതിരെ, അസമത്വത്തിനെതിരെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നാം ഇന്നും പോരാടേണ്ടിയിരിക്കുന്നു. 1942 നമ്മുടെ പൂർവികർ കാണിച്ചു തന്ന ആ ഐക്യവും ആത്മാർത്ഥതയുമാണ് ഇന്നിൻ്റെ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അന്ന് അവർ ക്വിറ്റ് ഇന്ത്യ എന്ന് ബ്രിട്ടീഷുകാരോട് വിളിച്ചു പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളോടും നമ്മൾ അതേ ആവേശത്തിൽ പുറത്തു പോകുമെന്ന് പറയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഈ ചരിത്രമെല്ലാം പറയുമ്പോൾ നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അന്ന് നമ്മുടെ പൂർവികർ ജീവൻ കൊടുത്ത് നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ബ്രിട്ടീഷുകാർ നമ്മെ നേരിട്ട് ഭരിച്ചിരുന്ന കാലം കഴിഞ്ഞിരിക്കാം, പക്ഷേ ഇന്നും നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് വലിക്കാൻ ചില അദൃശ്യ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അഴിമതി, തൊഴിലില്ലായ്മ, അസമത്വം, വർഗീയത, നമ്മുടെ തദ്ദേശീയ സംസ്കാരത്തെയും മൂല്യങ്ങളെയും നശിപ്പിക്കാൻ നോക്കുന്ന പ്രവണതകൾ, ഇവയോടൊക്കെയാണ് നാം ഇന്ന് പോരാടേണ്ടത്. ഓഗസ്റ്റ് 7 കൈത്തറി ദിനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വത്വത്തെയും ദേശീയ കരുത്തിനെയും കൈവടിയരുതെന്നാണ്. ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ ദിനം നമ്മെ പഠിപ്പിക്കുന്നത് എന്ത് വലിയ പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള ഇച്ഛാശക്തി വേണമെന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ത്യയെ വളർച്ചയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ആരുടെ സഹായവും തേടേണ്ടി വരില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ രണ്ട് തീയതികളും തമ്മിൽ എത്ര അപാരമായ ബന്ധമാണുള്ളത്. ഓഗസ്റ്റ് 7 നാം നമ്മുടെ സ്വത്വത്തെയും ആത്മനിർഭരതയെയും തൊട്ടറിയുന്നു. നമ്മുടെ കൈത്തറിയെ, നമ്മുടെ നെയ്ത്തുകാരെ, നമ്മുടെ തദ്ദേശീയ കരുത്തിനെ. ഓഗസ്റ്റ് 8 നാം നമ്മുടെ പോരാട്ട വീര്യത്തെയും സ്വാതന്ത്ര്യദാഹത്തെയും നെഞ്ചേറ്റുന്നു. ഡു ഓർ ഡൈ എന്ന് ഗർജിച്ച് ബ്രിട്ടീഷ് സിംഹാസനത്തെ വിറപ്പിച്ച ആ മഹാവിപ്ലവത്തെ ഒരു വശത്ത് വസ്ത്രത്തിലൂടെ നാം സ്വയം പര്യാപ്തത നേടി, മറുവശത്ത് അതേ ആത്മാഭിമാനത്തോടെ നാം ചോദിച്ചു:
ഇനി ഒരു നിമിഷം പോലും ഈ മണ്ണിൽ തുടരാൻ നിങ്ങൾക്ക് അവകാശമില്ല, ഇറങ്ങിപ്പോകൂ എന്ന്. ഇന്ന് നാം ഈ സ്വതന്ത്രവായു ശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അതിന് പിന്നിൽ ഓഗസ്റ്റ് 7 ആ തദ്ദേശീയ കൂട്ടായ്മയുടെയും ഓഗസ്റ്റ് 8 ആ ചോരത്തിളപ്പുള്ള പോരാട്ടത്തിൻ്റെയും വിയർപ്പും ജീവനുമുണ്ട്. ആ ചരിത്രത്തിൻ്റെ മക്കളാണ് നമ്മൾ എന്ന അഭിമാനത്തോടെ നമ്മുടെ രാജ്യത്തിൻ്റെ നന്മക്കായി, അതിൻ്റെ പുരോഗതിക്കായി നമുക്ക് ഒന്നിച്ച് മുന്നേറാം. സ്വാതന്ത്ര്യദിനത്തിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ വേളയിൽ ഈ 2 ചരിത്ര ദിനങ്ങളുടെയും മഹത്വം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ഒരു പുതിയ ഭാരത നിർമ്മിതിക്കായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് കൈകോർക്കാം. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇതിൽ സ്വദേശി പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും, ഈ 2 വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് ശ്രോതാക്കളോട് സംസാരിച്ചത് PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെത്ലാത്ത് ദ്വീപിലെ പ്രൈമറി സ്കൂൾ അധ്യാപകനായ മുഹമ്മദ് ജുനൈദുൽ ജസായർ. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നാപുര.